ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു അടിപൊളി ട്രിക്കാണ് പരിചയപ്പെടാൻ പോകുന്നത്. കൂടുതൽ ഇൻട്രോ ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം എന്താണെന്ന്. ഞാൻ ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് സെയിൽസ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. എൻ്റർ കീ അടിക്കുന്നു. അതാ നമ്മുടെ ടൈപ്പ് ചെയ്ത സംഭവം പോയി അല്ലേ. എന്താണ് സംഭവം? ഞാനിവിടെ ദീപ എന്നൊരു പേര് കൊടുക്കുകയാണ്. എൻ്റർ കീ അടിച്ചു. ഒന്നും വർക്കാവുന്നില്ല. ഈ നമ്പേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം, അത് വർക്കാവുമെന്ന്. അതും ഒന്നും വരുന്നില്ല അല്ലേ. അപ്പോൾ ഇതെന്താണ് സംഭവം? ഇത് തന്നെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പ്രാങ്ക് ചെയ്യാം അല്ലേ. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്താണ് ഈ പേജിൽ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ. അതായത് ഈ പേജ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് സെലക്ട് ചെയ്യാണ്. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് Ctrl+1 അടിച്ച് ഫോമാറ്റ് സെൽസ് എടുക്കാം. കസ്റ്റം ഫോമാറ്റിംഗ് എടുക്കുക. അതിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ 3 സെമികോളൻ ആണ് സംഭവം. ഇത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നക്കാരൻ, അതായത് ഈ 3 സെമികോളൻ. അപ്പോൾ അതൊന്ന് ഞാൻ മാറ്റി കൊടുക്കുകയാണ്. ഒന്നുകിൽ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് റിമൂവ് ചെയ്യാം, അതല്ലെങ്കിൽ ജനറൽ എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുക. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതൊക്കെ വന്നു കഴിഞ്ഞു. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇത് വേറൊരു രീതിയിലും നമുക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ എന്ത് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ അപ്പോൾ ഡിസ്പ്ലേ ആവുക. എൻ്റർ കീ അടിച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോകും. ഓക്കെ, അപ്പോൾ എന്ത് ടൈപ്പ് ചെയ്ത് വെച്ചാലും മനസ്സിലാവില്ല എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ എക്സൽ പേജിനെന്ന്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് പറ്റിക്കാൻ ഒരു അടിപൊളി ട്രിക്ക് അല്ലേ. ഇത് ഇനി നമുക്ക് യൂസ്ഫുൾ ആയിട്ടും ചെയ്യാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഷീറ്റ് 1 പോവാണ്. ഇതിൽ നമുക്ക് സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടല്ലേ. അതല്ല, നിങ്ങൾക്ക് ഫോൺ നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, അതുമല്ല സാലറി ഉണ്ടെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു കോളം ഹൈഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് ഈ ഒരു സെമികോളൻ യൂസ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ്. ഹൈഡ് കോളം അല്ലെങ്കിൽ റോ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ നമുക്ക്. പക്ഷെ അതിൽ ഒക്കെ ഹൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണും. ഓക്കെ, നമുക്കിങ്ങനെ ഡബിൾ ലൈൻ കാണുന്നതായിരിക്കും. അപ്പോൾ അതല്ലാതെ നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിൽസ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഹൈഡ് ചെയ്യേണ്ടതെങ്കിൽ ജസ്റ്റ് അത് മാത്രം സെലക്ട് ചെയ്യുക. ദെൻ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്കോ അല്ലെങ്കിൽ Ctrl+1 അടിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ റൈറ്റ് ക്ലിക്ക് അടിച്ച് ഫോമാറ്റ് സെൽസ് എടുക്കുന്നു. കസ്റ്റം എടുക്കുക. ഇതിൽ കസ്റ്റം എന്നുള്ള ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ദെൻ ജനറൽ മാറ്റിയിട്ട് അവിടെ 3 സെമികോളൻ നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഓക്കെ അടിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു സെല്ലിലുള്ള വാല്യൂസ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടുന്ന് മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സിനൊക്കെ സീക്രട്സ് സെൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫയലിൽ സേവ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിന് സെൻഡ് ചെയ്യാം. ഇപ്പോൾ എന്തെങ്കിലും ഹൈഡ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാർക്കും മനസ്സിലാവില്ല എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്നല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഇങ്ങനെയുള്ള സെൽ വാല്യൂസ്, അതായത് ചില സെൽ വാല്യൂസ് മാത്രം ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിന് മാത്രം ഇത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് സിസ്റ്റത്തിൽ സേവ് ചെയ്ത് വെക്കാവുന്നതാണ്. നെക്സ്റ്റ് ടൈം നമുക്കിത് വേണ്ടപ്പം, അതായത് വ്യൂ ചെയ്യേണ്ടപ്പം മാത്രം നമ്മൾ ആ സെമികോളൻ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അതായത് പാസ്വേഡ് ഒന്നും ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമില്ല. പാസ്വേഡ് യൂസ് ചെയ്തിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. മനസ്സിലായില്ല? ഇത് കംപ്ലീറ്റ് ആയിട്ടും വേണ്ട എന്നുണ്ടെങ്കിൽ പോലും നമുക്കത് ചെയ്യാം. ഇനി ഈ ഒരു സെൽ വാല്യൂസിനെ തിരിച്ചു കൊണ്ടുവരാനാണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഒരു കോളം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഫോമാറ്റ് സെൽസ് എടുക്കുക. ദെൻ കസ്റ്റമിൽ പോവുക. ദെൻ ജനറൽ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ അടിക്കുക. അത് വന്നിട്ടുണ്ടാവും. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ സെൽസ് മാത്രമല്ല, ഇനി ഹോൾ പേജായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സെലക്ട് ചെയ്തിട്ട് അങ്ങനെയും നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാണിച്ചു തരാം. കസ്റ്റം എടുക്കുക. ദെൻ ജനറൽ മാറ്റിയിട്ട് സെമികോളൻ ഇട്ട് കൊടുക്കുക. 3 സെമികോളനാണ്. ഓക്കെ അടിക്കുക. കംപ്ലീറ്റ് ഡാറ്റയും ഇവിടുന്ന് പോയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ ട്രിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ട്യൂട്ടോറിയൽസ് ആണ് കാണാറല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ട്രിക്കുകളും നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.